പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വീണ്ടും വർദ്ധിപ്പിച്ചു. മൂന്നാം തവണയാണ് ഈ മാസം വർദ്ധിപ്പിക്കുന്നത്. നേരത്തെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിരുന്നു. അന്നൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരാവശ്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വർദ്ധിപ്പിച്ച വിലയുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി അത് ഒഴിവാക്കണം എന്ന്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ സമയത്തും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടാറുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാണ്. ഓരോ പ്രാവശ്യവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതനുസരിച്ച് ഉയരുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും അതിന്മേലുള്ള എക്സൈസ് നികുതിയും അതിന്മേലുള്ള സെസ്സും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് അതിന്മേൽ കേരളത്തിന്റെ നികുതി വർദ്ധിക്കുന്നത്. പെട്രോൾ വില 4 രൂപ 77 വർദ്ധിപ്പിച്ചത്. ഡീസലിന്റെ വില 4 രൂപ 81 വർദ്ധിപ്പിച്ചു. ഒരു വർഷം ഇതിന്റെ വിഹിതമനുസരിച്ച് ഒരു 300 കോടി രൂപ വരെ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനിടയുണ്ട് എന്നാണ് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ തന്നെ വ്യക്തമാക്കുന്നത്. KSRTCയെ ഡീസലിന്റെ വില വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പെട്രോൾ വില, ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ അവരുടെ ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വകാര്യ ബസ് ഉടമകൾ നിരക്ക് വർധന ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ തലത്തിലും ബാധിക്കും. ഡീസലിന്റെ വില വർധനവ് മാർക്കറ്റിൽ വിലക്കയറ്റത്തിനും ഇടയാക്കും. അങ്ങനെ വലിയ ദുരിതമാണ് സാധാരണക്കാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ വില ഉയർത്തുന്ന ഘട്ടത്തിലെല്ലാം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ പറയാറുണ്ട്, അതിൻ്റെ നികുതി വിഹിതം ഒഴിവാക്കണം, അധിക ലാഭം സംസ്ഥാന സർക്കാർ ലഭിക്കുന്നത് ഒഴിവാക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ UDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ ഒരു മാസം കൊണ്ട് 3 തവണ വർദ്ധിപ്പിച്ചു. പെട്രോളിന് 4 രൂപ 77 ഡീസലിന് 4 രൂപ 81 സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. അതൊന്ന് കേൾക്കാം. അത് ഇപ്പൊ നമ്മള് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിലെ അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ, അതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് UDF, ഇതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അതൊന്നും ഇപ്പോൾ ബാധകമല്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കട്ടെ, സാമ്പത്തിക സ്ഥിതി എങ്ങനെയാകുമെന്ന് നോക്കട്ടെ. ഇതൊന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. സ്റ്റേറ്റിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതി, അതിൽ കിട്ടുന്ന വരുമാനം എന്നിവയെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ച് സംസാരിക്കുന്ന ആളാണ്. അത് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആവശ്യപ്പെട്ടത് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്തിനാണ് വിഴുങ്ങുന്നത്? ഇത് മാത്രമല്ല, ഇതിനേക്കാളും വലിയത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് PM ശ്രീ. PM ശ്രീ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു. അത് BJPയുമായുള്ള ഡീലാണ്, BJPയുടെ അജണ്ട കേരളത്തെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് വലിയ വിമർശനം ഉയർന്നു വരികയും ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങളത് നടപ്പാക്കുന്നില്ല, ഞങ്ങളതൊന്ന് പിൻവാങ്ങുകയാണ് എന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കേണ്ടിയും വന്നത് നാം കണ്ടതാണ്. ഇപ്പോൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് രാഷ്ട്രീയ തീരുമാനം വരട്ടെ, ആലോചിച്ച് തീരുമാനമെടുക്കാം. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ PM ശ്രീ ഒപ്പിട്ടത് BJPയുമായുള്ള ഡീലാണ്, അതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടു. പിന്മാറി, പക്ഷെ ഇപ്പോൾ പറയുന്നത് അതിൽ ഒപ്പിടണം എന്നാണ്. അതൊക്കെ ആലോചിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കാം എന്നാണ്. ഉരുണ്ടുകളി അതാണ് ഇവിടെയും കാണുന്നത്. എന്തായാലും പെട്രോൾ വില വർധനവ്, ഡീസൽ വില വർധനവ് സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിൽ എന്താണോ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആവശ്യപ്പെട്ടത് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അതേ UDFനുണ്ട് ഭരണത്തിലിരിക്കുമ്പോൾ. ഒഴിഞ്ഞു മാറാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.